നായകൻ എം.ജി. ശ്രീകുമാറിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. റാപ്പർ വേടനെ അറിയില്ല എന്ന ഗായകന്റെ പരാമർശമാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത്. കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായതിനെ തുടർന്ന് എം.ജി. ശ്രീകുമാർ നടത്തിയ പ്രതികരണമാണ് വിവാദമായത്. വേടന്റെ ആരാധകർ ശ്രീകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇനി വേടനെ അറിഞ്ഞോളും, വേടനെ ഞങ്ങൾക്കറിയാം, അതുമതി, വേടനെ അറിയില്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് എന്തിനാണ് തുടങ്ങിയ നിരവധി കമന്റുകളാണ് എം.ജി. ശ്രീകുമാറിനെതിരെ ഉയരുന്നത്. അതേസമയം കഞ്ചാവ് കേസിൽ പിടിയിലായതിനു ശേഷമാണ് വേടൻ എന്ന റാപ്പറെ കുറിച്ച് അറിയുന്നതെന്നും ചിലർ വ്യക്തമാക്കി. കഞ്ചാവ് കൈവശം വച്ചതിനെ തുടർന്ന് വേടൻ അറസ്റ്റിലായത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ കേസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എം.ജി. ശ്രീകുമാറിന്റെ പ്രതികരണവും. വേടനെ അറിയില്ല, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട്. കേരളത്തിൽ പാട്ട് പാടാൻ പോകാത്ത സ്ഥലങ്ങളില്ല. എൻ്റെ ലഹരി എന്നത് ഞാൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയാണ്. സംഗീതം മാത്രമാണ് എൻ്റെ ലഹരി, മറ്റു ലഹരികളൊന്നും ഉപയോഗിക്കാറില്ല എന്നായിരുന്നു എം.ജി. ശ്രീകുമാറിന്റെ പ്രതികരണം. എന്നാൽ എം.ജി. ശ്രീകുമാറിന്റെ ഈ പ്രസ്താവനയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് നിരവധി പേർ രംഗത്ത് വന്നു. അതേസമയം ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനത്തിന്റെ ഭാഗമായി ഇന്ന് വേടൻ പരിപാടി അവതരിപ്പിക്കും. പ്രദർശനത്തിന്റെ ആദ്യ ദിവസമായ കഴിഞ്ഞ 29-നാണ് വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തലേ ദിവസം കഞ്ചാവുമായി പിടിയിലാകുകയും മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് ആരോപിച്ച് വനം വകുപ്പ് ജാമ്യമില്ലാ കേസെടുക്കുകയും ചെയ്തതോടെ പരിപാടി റദ്ദാക്കി. എന്നാൽ കേസിൽ വേടനെ വനം വകുപ്പ് വേട്ടയാടുകയാണെന്ന് ആരോപിച്ചുണ്ടായ ജനപിന്തുണയും കേസിൽ നിന്ന് വനം വകുപ്പ് പിന്നോക്കം പോയതും പരിപാടിയിലേക്ക് വേടനെ വീണ്ടും ക്ഷണിക്കാൻ കാരണമായി. ഇന്ന് രാത്രി 7:30 വേടൻ പാടുന്നത് പരമാവധി 8000 പേർക്ക് മാത്രമാണ് സംഗീത നിശയിലേക്ക് പ്രവേശനം. കൂടുതൽ പേർ എത്തുന്ന സാഹചര്യമുണ്ടായാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ പേർ എത്തിയാൽ വേദിയിലേക്കുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യും. അനിയന്ത്രിതമായ സാഹചര്യമുണ്ടായാൽ പരിപാടി റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഞ്ചാവ് കേസിലും പുലിപ്പലി കേസിലും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ റാപ്പർ വേടന് സർക്കാർ വീണ്ടും വേദിയൊരുക്കുകയാണ്. കേസുകളും പിന്നാലെ വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ റദ്ദ് ചെയ്ത എൻ്റെ കേരളം പ്രദർശന മേളയിലേക്കാണ് വേടനെ വീണ്ടും സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇടുക്കിയിലാണ് വേടനെ വേദിയിരിക്കുന്നത്.